നിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നുട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന കാണുന്നു. അവൻ അവളുടെ അടുത്ത് വന്ന് അവളെ നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ എണീക്കുന്നു. ആ കാർഡ് ചാർലിയുടെ ആയിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുന്നുണ്ട്. അവൾ അവനോട് റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നു. എന്നിട്ട് അവൾ പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തടഞ്ഞ് കിച്ചണിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് വിശക്കുന്നു പറയുന്നു. നുട്ട് അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് വീണ്ടും അവളെ തടയുന്നു. നിനക്ക് കുറച്ചു നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ വയ്യെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ചാർലി തൻ്റെ വീട്ടിലേക്ക് വരുന്നു. ബാഗിൽ കാർഡ് നോക്കുമ്പോൾ അവൻ്റെ കാർഡ് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആ പ്രൊഡ്യൂസർ ലേഡിയുടെ വീട്ടിലേക്ക് വരുന്നു. തൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ഫുൾ റിപ്പോർട്ടേഴ്സ് ആണെന്ന് അവൻ കള്ളം പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ നിക്ക് ഓഫീസിലേക്ക് വരുന്നു. അപ്പോൾ അവൻ്റെ ഓഫീസിൽ നിന്ന് അവൻ്റെ സാധനങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടുപോകുന്ന കാണുന്നു. ചെന്നാണ് ഇതിൻ്റെ പിന്നിൽ. ചെൻ വന്ന് ജോബിന്ന് നിന്നെ ഫയർ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. നിന്നെ പോലൊരു സിഇഒയുടെ വേർഡ് ഞാൻ ഇതിനെ കേൾക്കുന്നത്. ഈ കമ്പനി എൻ്റെ ഗ്രാൻഡ്മയും എൻ്റെ ഡാഡും കൂടി ഒരുമിച്ചുണ്ടാക്കിയതാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയ്ക്ക് ഈ കമ്പനി വളർത്തിയത്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും നിന്റെ കയ്യിൽ നിന്ന് ഈ കമ്പനി രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നു. നിന്റെ ബ്രദറിന് ഈ കമ്പനി രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ നീ ആരാണെന്ന് ചെൻ ചോദിക്കുമ്പോൾ നിക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എംപ്ലോയീസ് വന്ന് അവർ രണ്ടുപേരെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ അവരുടെ ഫാമിലി ലോയറും അവിടേക്ക് വരുന്നു. കമ്പനിയുടെ സിഇഒ ഇപ്പോൾ ചെന്നാണെന്ന് ലോയറും പറയുന്നുണ്ട്. മറ്റു വഴിയൊന്നുമില്ലാതെ നിക്കിന് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കും നുട്ടും ഒരേ വീട്ടിലായിട്ട് പോലും അവരുടെ മദർ കാണാതിരിക്കാൻ വേണ്ടി ഫോണിൽ സംസാരിക്കുന്നു. നിക്ക് എല്ലാ കാര്യങ്ങളും നുട്ടിനോട് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. ഈ പ്രശ്നത്തിന് നീ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് അവൾ പറയുന്നുണ്ട്. നിക്ക് ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്ത് വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ചാർലി ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെ വീട്ടിലുണ്ടെന്ന് ആ റൈറ്റർ ഫ്രണ്ട് വഴി നിക്ക് അറിയുന്നു. നെക്സ്റ്റ് സീനിൽ ചാർലിയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസറിന് ഇപ്പോൾ ചാർലിയിൽ ചെറുതായിട്ട് സംശയമുണ്ട്. അവർ പോലീസിനെ വിവരം അറിയിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ ചാർലി ഒരു ഫ്ലവർ പോട്ട് കൊണ്ട് അവരുടെ തലയിൽ അടിക്കുന്നു. അവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു ഗോൾഡ് സ്റ്റിക്ക് കൊണ്ട് ചാർലി അവരുടെ തലക്കടിക്കാൻ തുടങ്ങുന്നു. കറക്റ്റ് സമയത്ത് നിക്കും ഫ്രണ്ട് അവിടേക്ക് വന്ന് ആ പ്രൊഡ്യൂസറെ രക്ഷിക്കുന്നുണ്ട്. ചാർലി ആകട്ടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നിക്ക് അവന്റെ പിറകെ പോകുന്നുണ്ട്. ലാസ്റ്റ് ചാർലി അവൻ അടിച്ചിടുന്നു. പോലീസ് അവിടേക്ക് വന്ന് ചാർലി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്കും നുട്ടും കൂടി ബീച്ചിൽ വരുന്നു. സിഇഒ ആകുന്നതിന് മുന്നേ ടോയ് സ്ഥിരമായിട്ട് ഈ ബീച്ചിൽ വരാറുണ്ടായിരുന്നു എന്ന് നിക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ സംസാരിച്ചിരിക്കുമ്പോൾ 4 വർഷം മുന്നേ നിക്കും ഫ്രണ്ട്സും ഈ ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്ത സമയത്ത് നുട്ട് അവരെ കണ്ടിരുന്ന കാര്യം അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ആണ്ടും ചെന്നും ചെൻ കമ്പനിയിൽ നിന്ന് നിക്കിനെ ഫയർ ചെയ്ത കാര്യം നിക്കിന്റെ മദറിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് മദർ ഒരുപാട് അപ്സെറ്റ് ആകുന്നു. മദറിന്റെ ഹെൽത്ത് ബാഡ് കണ്ടീഷനിലായതുകൊണ്ട് നിക്ക് ഈ കാര്യം മദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിക്ക് ദേഷ്യത്തിൽ ചെന്നുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നുട്ട് അവനെ തടയുന്നുണ്ട്. നിന്റെ ഗേള് പറയുന്നത് നീ കേൾക്കാൻ ചെൻ അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നുട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. അവളെ ഹെൽപ്പ് ചെയ്യാൻ നിക്ക് വരുന്നുണ്ട്. പക്ഷെ നുട്ട് അവനെ തടയുന്നു. ഇപ്പോൾ നിന്റെ ആവശ്യം എനിക്കല്ല, നിന്റെ മദറിനാണ്. നീ മദറിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ നീ ഒറ്റയ്ക്കാണെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഒരു എംപ്ലോയി വഴി നിക്ക് അറിയുന്നുണ്ട്. ചെൻ ഡയറക്ടേഴ്സിനെല്ലാം പണം കൊടുത്ത് അവരെ എല്ലാം തന്റെ പക്കലാക്കിയ കാര്യം. അപ്പോൾ ചെൻ അർജന്റായി എവിടേക്കോ പോകുന്നത് നിക്ക് കാണുന്നു. നിക്ക് അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ചെൻ സത്യത്തിൽ മരീസയെ കാണാൻ വന്നിരിക്കുകയാണ്. മരീസ തന്റെ ഡാഡിന്റെ കമ്പനി രക്ഷിക്കാൻ വേണ്ടി 3 മില്യൺ ചെന്നോട് ചോദിക്കുന്നു. ഇത് നിന്റെ വിലയാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് ചെൻ പറഞ്ഞ് അവൾ ഇൻസൾട്ട് ചെയ്യുന്നു. ഇത് കേട്ട് മരീസ അവനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ തിരിച്ചവളെയും. അപ്പോൾ നിക്ക് അവിടേക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ചെന്നുമായിട്ടുള്ള മരീസ റിലേഷനെ കുറിച്ച് മരീസ നിക്കിനോട് പറയുന്നു. എന്നിട്ട് അവനോട് സോറി പറയുന്നുണ്ട്. അവളുടെ സോറി അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിക്കിന്റെ മദർ ഇപ്പോഴും നുട്ടിനോട് ദേഷ്യത്തിലായിരുന്നു. മദറിനെ കൺവിൻസ് ചെയ്യാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മദർ ഒന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ നിക്ക് ഗ്രാൻഡ് മദറിനെ കാണാൻ വരുന്നു.
ഗ്രാൻഡ് മദറിന് ബോധം വന്ന് ഹെൽത്തിയായാൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പനി രക്ഷിക്കാൻ പറ്റൂന്ന് നിക്ക് പറഞ്ഞ് കരയുന്നുണ്ട്. ഗ്രാൻഡ് മദറിന് അപ്പോൾ ബോധം വരുന്നു. നിക്ക് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്കും നുട്ടും കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സരൂട്ട് വാതയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. നിനക്ക് വിശപ്പുണ്ടോന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് പറയുന്നു. നിനക്കില്ലെങ്കിലും ബേബിക്ക് കാണുന്ന അവൻ പറയുമ്പോൾ, അതു ശരി, നീ അപ്പോൾ എന്നെക്കുറിച്ചല്ല ബേബിയെക്കുറിച്ചാണല്ലേ വറീഡെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ബേബിയെക്കുറിച്ചും ബേബിയുടെ മദറിനെ കുറിച്ചും വറീഡാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഫുഡ് വാങ്ങാൻ പോകുന്നു. മരീസ അപ്പോൾ ഒരു ഡോക്ടറിന്റെ വേഷത്തിൽ വന്ന് വാതയും കൂട്ടി പോകുന്നുണ്ട്. വീൽ ചെയർ പുഷ് ചെയ്ത് അവളെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ചെൻ വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സരൂട്ട് വഴി ആ ഡോക്ടറായിട്ട് വന്നത് മരീസയാണെന്ന് ചെൻ മനസ്സിലാക്കുന്നുണ്ട്. സരൂട്ട് മരീസയെ ഫോളോ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാമെന്നും ചെൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻ മരീസയ്ക്ക് 5 മില്യൺ ബാത്ത് കൊടുക്കുന്നു. എന്നിട്ട് തന്റെ ഫാമിലിയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ മരീസ ആകട്ടെ അവനോട് എല്ലാ മാസവും 1 മില്യൺ ബാത്ത് തരണം, അല്ലെങ്കിൽ ടോയുടെ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് നീയാണെന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്കും ഗ്രാൻഡ് മദറും സംസാരിക്കുകയാണ്. ഗ്രാൻഡ് മദർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിന്റെ പക്കലാക്കണമെന്ന് നിക്കിനോട് പറയുന്നു. അതിനു വേണ്ടി ഗ്രാൻഡ് മദർ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ ഈ ഡയറക്ടേഴ്സിനെല്ലാം ഭീഷണിപ്പെടുത്താനുള്ള അവരുടെ സീക്രട്സിന്റെ പ്രൂഫ് ഉണ്ടായിരുന്നു. നിക്ക് ഈ പ്രൂഫ് എല്ലാം അവരെ കൊണ്ട് കാണിക്കുന്നുണ്ട്. മറ്റു വഴിയൊന്നുമില്ലാതെ പേടിച്ച് അവർക്ക് നിക്കിനെ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥയാകുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കും നുട്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നുട്ട് അവനെ സെർവ് ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കാൻ പറയുന്നു. കാരണം നാളെ നിനക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മരിക്കുന്നവരെ എന്തും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കും ഫ്രണ്ടും കൂടി റോഡ് ക്രോസ് ചെയ്യാണ്. പെട്ടെന്നൊരു വണ്ടി വന്ന് അവരുടെ മുന്നിൽ നിർത്തുന്നു. ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന പൈപ്സ് എല്ലാം അവരുടെ മുകളിലേക്ക് വീഴാൻ തുടങ്ങുന്നുണ്ട്. അവർ ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നു. ഡ്രൈവർ വന്ന് അവരോട് സോറി പറയുന്നുണ്ട്. ഡ്രൈവറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്കാറ് നിക്ക് ശ്രദ്ധിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കിനെ ന്യൂട്ടിനെയാണ് കാണിക്കുന്നത്. നല്ല മഴ പെയ്യുന്നു. ഈ കാരണത്താൽ ന്യൂട്ടുമായിട്ട് കുറച്ച് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാൻ നിക്കിന് അവസരം കിട്ടുന്നുണ്ട്. അവനാകട്ടെ ഈ അവസരം വേസ്റ്റ് ആക്കുന്നുമില്ല. ഒരു കുട്ടിയെ പോലെ അവൻ ബിഹേവ് ചെയ്യുന്നുണ്ട്. നിക്കിന് ജാക്കറ്റ് കൊണ്ട് കവർ ചെയ്ത് അവർ രണ്ടുപേരും ഓടി വണ്ടിയിലേക്ക് വരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ തന്റെ കാറിന് ബ്രേക്ക് ഇല്ലെന്ന കാര്യം നിക്കിന് മനസ്സിലാകുന്നു. അവൻ പെട്ടെന്ന് ഒരു ഭിത്തിയിൽ ഇടിച്ച് വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ രണ്ടുപേര് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, മെക്കാനിക് ആണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യില് അന്നു രാവിലെ ഡ്രൈവറിന്റെ കയ്യിൽ കണ്ടിരുന്ന സെയിം സ്കാർ കാണുന്നു. നിക്കിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവൻ നുട്ടിനെ കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ മെക്കാനിക് ആണെന്ന് പറഞ്ഞു വന്നവർ അവരെ തടയുന്നു. ലാസ്റ്റ് നിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിനെ വിളിക്കാൻ വേണ്ടി നുട്ട് ഓടി ഒരു സ്ഥലത്തേക്ക് വരുന്നു. പക്ഷെ അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് ഓടി വരുന്നു. പക്ഷെ അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. നിക്കിന് എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ച് അവൾ ഒരുപാട് കരയുന്നുണ്ട്. പതുക്കെ നിക്ക് അവിടേക്ക് നടന്നു വരുന്നു. അവൻ സത്യത്തിൽ കുറച്ച് ഹർട്ടായിരുന്നു. അവൾ ഓടി വന്ന് സന്തോഷത്തോടെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. നിക്കിന്റെ പോലീസ് ഫ്രണ്ടിന്റെ ഹെൽപ്പോടെ അവർ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. അവൻ അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. തന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിലാകാൻ കാരണം ഈ ഗുണ്ടകൾ കാറിൽ എന്തോ ചെയ്തിട്ടാണെന്ന് ആ ഫുട്ടേജ് അവർ കാണുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ നുട്ട് മദറിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. നിക്ക് അവളുടെ അടുത്ത് വന്ന് അവളെ ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മദർ അവിടേക്ക് വരുന്നു. പെട്ടെന്ന് നിക്ക് അവളെ ഹൈഡ് ചെയ്യുന്നു. ആ ഗുണ്ടകളെ പോലീസ് പിടിക്കുന്നുണ്ട്. അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറയുന്നു. അവരെ ഹയർ ചെയ്ത് കാസിനോ ഓണർ ആണെന്ന കാര്യം. ഈ കസീനോ ഓണർ ചെന്നിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, മരീസയുടെ ഡെഡ് ബോഡി കിട്ടിയെന്ന്. ഇത് കേട്ട് നിക്ക് ഒരുപാട് അപ്സെറ്റ് ആകുന്നുണ്ട്. മരീസയുടെ ഡാഡുമായിട്ട് അവർ സംസാരിക്കുമ്പോൾ തന്റെ മകളുടെ മരണത്തിൽ ചെന്നെ ഡൗട്ടുണ്ടെന്ന് ഡാഡ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ടോയുടെ ക്ലിപ്പ് ലീക്ക് ചെയ്തതിന് പിന്നിൽ ചെന്നാണെന്നും ഡാഡ് പറയുന്നു.
മരീസയുടെ ബോഡി കിട്ടിയെന്ന ന്യൂസ് കണ്ട് ചെന്നു ഒരുപാട് പേടിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ അന്ന് മരീസയും ചെന്നും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് ചെൻ മരീസയെ ഷൂട്ട് ചെയ്യുന്നു. അവൻ ആകെ പേടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ അവളുടെ ബോഡി ഒരു നദിയിൽ ഉപേക്ഷിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സരൂട്ടും വാദിയും വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. കാരണം ചെന്നൊരു മർഡർ ആണെന്ന കാര്യം അവർക്കറിയാമായിരുന്നു. മരീസയെ കൊന്ന ദിവസം ദേഹത്ത് ഫുൾ ബ്ലഡ് ആയിട്ടാണ് ചെൻ വീട്ടിലേക്ക് വന്നിരുന്നത്. ഇത് സരൂട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. പ്രസന്റിൽ സരൂട്ടും വാദിയും വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും GPS ട്രാക്കറിന്റെ ഹെൽപ്പോടെ അവരുടെ ലൊക്കേഷൻ ചെൻ മനസ്സിലാക്കുന്നു. അവൻ അവിടേക്ക് വരുന്നുണ്ട്. വാദിയുടെ ബേബിയുടെ ഫാദർ സരൂട്ടാണെന്നും അവന് മനസ്സിലാകുന്നു. ചെൻ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. കാരണം സരൂട്ടിനെ സ്വന്തം ബ്രദറിനെ പോലെയാണ് അവൻ കണ്ടിരുന്നത്. അവൻ സരൂട്ടിനെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് വധിയെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് നിക്ക് അവിടേക്ക് വരുന്നു. അവൻ ഫയർ എല്ലാം ഓണാക്കുന്നു. ചെന്നിൽ നിന്നും അങ്ങനെ സരൂട്ടിനെയും വധിയെയും അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായി തനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് സരൂട്ടിനോട് നിക്ക് പറയുന്നു. ചെൻ വീട്ടിൽ വന്ന് റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം നശിപ്പിക്കുന്നു. അപ്പോൾ മദർ അവിടേക്ക് വരുന്നു. എന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. വാദിയുടെ ബേബിയുടെ ഫാദർ സരൂട്ടാണെന്ന സത്യം അവൻ മദറിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് വേഷം മാറി ആ കാസിനോ ഓണറിന്റെ പേര് സിയ എന്നാണ്. അയാളുടെ ഓഫീസിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെൻ റെക്കോർഡിങ്സ് എല്ലാം കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സിയ ചെന്റെ കൂടെ അവിടേക്ക് വരുന്നു. ശബ്ദം കേട്ട് പെട്ടെന്ന് നിക്ക് ഒരു അൽമാരിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ടോയെ കുറിച്ചും മരീസയെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ഇതെല്ലാം നിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തന്റെ സിസ്റ്റത്തിന്റെ CPU-യിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിരിക്കുന്നത് സിയ ശ്രദ്ധിക്കുന്നു. റൂമിൽ ആരോ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിക്ക് ഒരു വിധത്തിൽ അവളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവളുടെ പിറകെ സിയയും അവന്റെ ആളുകളെല്ലാം ഓടുന്നുണ്ട്. അവർ നിക്കിനെ പിടിക്കുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് സരൂട്ട് വന്ന് നിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിക്കും സരൂട്ടും കൂടി എല്ലാവരുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ നുട്ട് TV-യിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. നിക്കിന്റെ വണ്ടിക്ക് തീ പിടിച്ചെന്നും അവൻ മരിച്ചുവെന്നും. ഇത് കണ്ട് അവൾ ഒരുപാട് അപ്സെറ്റ് ആകുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഇത് നിക്കിന്റെയും അവന്റെ ഫ്രണ്ടിന്റെയും പ്ലാൻ ആയിരുന്നു. നിക്ക് മരിച്ചുവെന്ന് സിയയും ചെന്നിലും വിശ്വസിപ്പിക്കാൻ. നിക്ക് അപ്പോൾ അവിടേക്ക് വരുന്നു. അവനെ കണ്ടതും അവൾ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ലാസ്റ്റ് നിക്ക് അവളെ കിസ് ചെയ്യുന്നു. രണ്ടുപേരും ഇന്റിമേറ്റ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പോലീസ് എല്ലാവരും സിയയുടെ കാസിനോയിൽ വന്ന് സെർച്ച് ചെയ്യുന്നു. സിയ ആകട്ടെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചെൻ അയാളെ ഷൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും നിക്കിന്റെ ഫേക്ക് ഫ്യൂണറലിന് വരുന്നു. അവിടേക്ക് ഗ്രാൻഡ് മദറും വരുന്നുണ്ട്. ഗ്രാൻഡ് മദറിനെ കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നു. സ്പെഷ്യലി ആന്റിയും ചെന്നും. കാരണം ഗ്രാൻഡ് മദർ ഓക്കെ എന്ന കാര്യം നിക്ക് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഷോക്കിംഗ് നിക്ക് സ്വയം അവിടേക്ക് വരുന്നതാണ്. നിക്ക് എല്ലാവരോടുമായിട്ട് ടോയുടെ വീഡിയോ ലീക്ക് ചെയ്തതും മരീസയെ കൊന്നതും ചെന്നാണെന്ന കാര്യം പറയുന്നു. മരീസയുടെ ഡാഡും അവിടേക്ക് വരുന്നു. എന്റെ മകളെ ചെൻ ഡേറ്റ് ചെയ്ത് ഒരു ബേബിക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ഇവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോൾ എന്റെ മകളെ ഉപേക്ഷിച്ചു. ഇവൻ എന്റെ മകളെ കൊന്നുവെന്ന് ഡാഡ് പറയുന്നു. നിങ്ങളുടെ പക്കൽ എന്ത് പ്രൂഫാണ് ഉള്ളതെന്ന് ചെൻ ചോദിക്കുമ്പോൾ നിക്ക് എല്ലാവരെയും ആ വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ചെൻ സമ്മതിക്കുന്നുണ്ട് മരീസയെ കൊന്ന താനാണെന്ന് സിയോട്. എല്ലാവരും ഇത് കണ്ട് ഷോക്കാകുന്നു. ഗ്രാൻഡ് മദർ സിയുടെ പൊസിഷനിൽ നിന്ന് ചെന്നെ ഫയർ ചെയ്യുന്നു. ചെൻ ഗ്രാൻഡ് മദറിനോട് ഇങ്ങനെ ചെയ്യാൻ ഗ്രാൻഡ് മദറിന് ഒരു അവകാശവുമില്ല. കാരണം ഗ്രാൻഡ് ഫാദർ വില്ല് അനുസരിച്ച് ഞാനാണ് ഇപ്പോൾ സിയുടെ പൊസിഷൻ ഡിസേർവ് ചെയ്യുന്നത്. കാരണം എന്റെ വൈഫായ വാദി പ്രഗ്നന്റ് ആണെന്ന് അവൻ പറയുന്നു. അപ്പോൾ വാദി അവിടേക്ക് വന്ന് തന്റെ ബേബിയുടെ ഫാദർ ചെന്നല്ലെന്ന സത്യം എല്ലാവരോടും പറയുന്നു. പോലീസ് ചെന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആ ടൈമിൽ ന്യൂട്ടനെ ഗൺ പോയിന്റ് ചെയ്ത് അവനോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നിക്കും പോലീസും ഒരു വിധത്തിൽ അവളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ചെൻ നിക്കിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ചെന്നെയും. ചെൻ മരിക്കുന്നു. നിക്കിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അവന്റെ കണ്ടീഷൻ ഒരുപാട് മോശമാകുന്നുണ്ട്. അവന്റെ ഹാർട്ട് ബീറ്റ് പതുക്കെ പതുക്കെ നിൽക്കാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് ഹെവനിൽ വെച്ച് ടോയിയെ നിക്ക് മീറ്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ടോയ് അവനോട് നീ എന്നേക്കാൾ നന്നായിട്ട് കമ്പനി നോക്കുന്നുണ്ട്.
നീ എന്നും നുട്ടിന്റെ കൂടെ ഉണ്ടായിരിക്കണം, അവളെ നന്നായി ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ഇമോഷണലായി ഹഗ് ചെയ്യുന്നുണ്ട്. നിക്കിന് ബോധം വരുന്നുണ്ട്. ഇതറിഞ്ഞ് നുട്ട് ഒരുപാട് ഹാപ്പി ആകുന്നു. നെക്സ്റ്റ് സീനിൽ ആണ്ടിനെയാണ് കാണിക്കുന്നത്. തന്റെ മകൻ മരിച്ച ശേഷം ആണ്ട് ബിസിനസ്സും വീടും പണവും എല്ലാം ഉപേക്ഷിച്ച ശേഷം സന്യാസം സ്വീകരിക്കുന്നു. അതേസമയം നിക്കിനെ ഫാമിലിയാണ് കാണിക്കുന്നത്. നുട്ടിനോടുള്ള മകന് ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ അവർ രണ്ടുപേരെ അനുഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് മാരി ചെയ്ത് എനിക്ക് ഒരു ഗ്രാൻഡ് ചൈൽഡിനെ തരാൻ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. നിക്ക് ടീസ് ചെയ്തുകൊണ്ട് നുട്ടിനോട്, നീ ഗ്രാൻഡ് മദർ പറഞ്ഞ കേട്ടില്ലേ, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാൻഡ് മദറിന് ഒരു ഗ്രാൻഡ് ചൈൽഡിനെ കൊടുക്കാൻ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നു. അവസാനമായിട്ട് നിക്കിന്റെയും നുട്ടിന്റെയും ഒരു ക്യൂട്ട് കിസ്സോടെ ഈ ഡ്രാമ തീരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.